ഹായ് സുഹൃത്തുക്കളെ, അപ്പോഴേ ഞാനിപ്പോ നിൽക്കുന്ന എവിടെയെന്നറിയോ? നമ്മുടെ രാമേശ്വരം പാമ്പൻ ബ്രിഡ്ജിന്റെ മേളിലാണ് നിൽക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പുതിയൊരു ഇപ്പൊ ചെയ്തൊരു പാലമുണ്ട്. ഇത് നേരത്തെ മുന്നേ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ ധനുഷ്കോടിയാണ്. അപ്പോ ധനുഷ്കോടി നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ധനുഷ്കോടിയിലോട്ടാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അടിപൊളി രസമാണ്. നല്ല അടിപൊളി കാറ്റൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പോ. നല്ല നീല കളറിലാണ് ഇവിടെ വെള്ളം നോക്കുമ്പോ. അപ്പൊ ഉണ്ണി ഐസ്ക്രീം വ്ളോഗിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ട്രെയിൻ ഇതുവഴി ഇങ്ങനെ പോകും. ഈ പാമ്പൻ പാലം ഈ കടലിന്റെ സെന്ററിൽ കൂടെ രണ്ട് കരയും രാമേശ്വരവും അപ്പുറത്ത് രാമനാഥപുരവും കൂടെ യോജിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പം ഇതുവഴിയാണ് ഇങ്ങനെ ട്രെയിൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ട്രെയിനിലോട്ട് കയറാൻ പോവുകയാണ്. ട്രെയിനിലോട്ട് കയറാനായിട്ട് നമ്മൾ ഇതിന്റെ ഇതിന്റെ അപ്പുറത്ത് ചെല്ലുമ്പോൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് 11:55 ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അത് ട്രെയിൻ വരുന്നതെന്ന് പറയുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ വരും. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1-2 കിലോമീറ്റർ ദൂരം ഈ കടലിന്റെ നടുക്കൂടെ ഇങ്ങനെ പാലം ചെയ്ത് വിട്ടേക്കാണ്. എന്തായിരുന്നാലും ഒരു വിസ്മയം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ നിൽക്കുമ്പോ ഒരു മനുഷ്യരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നല്ലോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ഭയങ്കര രസമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മളെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ ഒത്തിരി കിടപ്പുണ്ട്. പിന്നെ ഇത് അവിടെ കണ്ട കുഞ്ഞു കുഞ്ഞു കുടില് വീടുകൾ, നല്ല രസമുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ പാമ്പൻ പാലത്തിൽ കൂടെ നടക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പൊ ഞാനുണ്ട്, പിന്നെ നമ്മൾ ആനന്ദുണ്ട്. അപ്പൊ നമ്മള് ഇന്നലെ ട്രെയിനിലാണ് വന്നത്. ട്രെയിനില് ഇവിടെ നിന്ന് നാഗർകോവിലിൽ നിന്ന് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു ബസ്സിൽ കയറി ഇവിടെ പാമ്പൻ ബ്രിഡ്ജിൽ ഇറങ്ങി. പക്ഷെ നല്ല രസമാണ് കേട്ടോ. കുറച്ച് വെയിലുണ്ട്, പക്ഷെ എന്നാലും നല്ല കാറ്റുള്ളതുകൊണ്ട് അങ്ങനെ അധികം വെയിലൊന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ, കിടില സ്ഥലമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവിടെ ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുടിലുകൾ, ഭയങ്കര രസമാണ്. അപ്പൊ അത് ഈ കടലില് മീൻ പിടിക്കാൻ മീനൊക്കെ പിടിക്കാൻ പോകാൻ വേണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വലയൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പാമ്പൻ പാലത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. എന്തായിരുന്നാലും ഒരിക്കൽ വന്ന് കാണേണ്ട ഒരു കിടില സ്ഥലമാണ് നമ്മുടെ പാമ്പൻ പാലം. കാരണം എന്താ പറയാ, ഇതൊരു ഒരു അത്ഭുതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും ഈ ഒരു കടലിന്റെ രണ്ട് കരയും നമുക്ക് ഇങ്ങനെ യോജിപ്പിച്ചിട്ടൊരു പാലം, അതും ഇത്രയും ഭയങ്കര ലെങ്ത് ഉള്ള ഒരു പാലമാണ്. പാലവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കടൽ പോലെ കിടക്കുകയാണ്. അപ്പോ ഒരു അടിപൊളി കിട്ടുന്ന സ്ഥലം തന്നെയാണ്. അപ്പൊ നമ്മള് അടുത്തിനി ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ വെക്കൊണ്ടിരിക്കുകയാണ്.
ഞങ്ങള് പാമ്പൻ പാലത്ത് നിന്നപ്പോഴേക്കും ഒരു ഓട്ടോ കിട്ടി. അപ്പൊ നമ്മള് എവിടെ ചേട്ടാ, ഏത് ബസ് സ്റ്റാൻഡ്? അങ്ങനെ ഗൈസ് ഞങ്ങള് രാമേശ്വരം ബസ് സ്റ്റാൻഡിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഇതിൽ കൂടെ ട്രെയിനിൽ കയറി വരാൻ വേണ്ടിയിട്ട്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരണ ട്രെയിൻ ഇന്ന് വഴി തന്നെ വരണത്, പാളയത്തിന് പോകും. അപ്പൊ അങ്ങനെ ആനന്ദ് വായും പൊളന്ന് നോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പിടിയില്ലാതെ. നമ്മളങ്ങനെ പാലത്ത് നിന്നപ്പോഴേക്ക് ഈ ഓട്ടോ ചേട്ടൻ 30 രൂപ ഞങ്ങളുടെ അടുത്ത് കേട്ടോ, ഒരാളുടെ അടുത്ത്. അങ്ങനെ 30 രൂപ 60 രൂപ കൊടുത്തപ്പോഴേക്കും നമ്മളെ ബസ് സ്റ്റോപ്പിൽ വിടുന്നതാണ്. ആനന്ദ് ചിരിക്കുന്നു. അപ്പൊ ഈ ആന്റിയാണ് നമുക്ക് എല്ലാ സ്ഥലമൊക്കെ പറഞ്ഞു തന്നത്. ആന്റി എങ്ങോട്ട് പോണം? എങ്ങോട്ട് പോണം? പക്കത്തിലോ? ആന്റി ഇപ്പൊ പക്കത്തിലിറങ്ങി. അത് കഴിഞ്ഞ് നമ്മള് ബസ് സ്റ്റാൻഡ്, ഇത് ഓട്ടോ ബസ് സ്റ്റാൻഡിൽ പോകല്ലേ? അപ്പൊ ഈ ചേട്ടനാണ് ഞങ്ങളെ പാമ്പൻ ബ്രിഡ്ജിൽ നിന്ന് ഇതുവരെ കൊണ്ടാക്കിയത്. പിന്നെ ഈ മാമൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മാമന്റെ പേരെന്നത്? ഇവിടെ തന്നെ താമസിക്കുന്ന ഇവിടെ തന്നെ. ഓ, ശംഖു കൊണ്ടുപോണ. ശരി ശരി ശരി. ചേട്ടാ 60 അല്ലേ? ചേട്ടന്റെ റിലേറ്റീവ്സ് എല്ലാം നമ്മളെ മലയാളികളാണ്, കേരളത്തിലുള്ളവരാണ്. അപ്പൊ ചേട്ടൻ ശരിക്കും ഒന്ന് ഓട്ടം കിട്ടട്ട്. ഗൈസ്, രാമേശ്വരം റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അമ്പലം പോലെയാണ് പണി ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് രാമേശ്വരം റെയിൽവേ സ്റ്റേഷൻ. നല്ല കാറ്റുണ്ടേ. ഒരെണ്ണം 20 രൂപയുള്ളൂ. ഒരെണ്ണം 20 രൂപ. ഇത് 20 രൂപ. ഇത് 20 രൂപ. ഇതിനകത്തൊന്നും ഉള്ള എണ്ണ അല്ല. ഇതൊക്കെ ഇത് അപ്പൊ ഇത് മട്ടും പോകും. സെറ്റ് വാങ്ങണം. 60 രൂപ. എടാ, കുറച്ച് അതിന് കുററാ. അതൊന്ന് കൊതി നോക്കണു. അതുകൊണ്ട് അതിന് ശകലം കൊടുത്ത് എന്തോ നാനന്തേ കുറച്ചുകൂടെ കൊടു. പട്ടി തിന്നതിന്റെ ബാക്കി ആനന്ദ് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആ പാമ്പൻ പാലത്തിൽ കൂടെ പോകുന്ന ഒരു വണ്ടിയുണ്ട്, ഇപ്പോൾ ഒരു ട്രെയിനുണ്ട്. അത് മധുര കഴിഞ്ഞ് പോകും. ഞങ്ങൾ മധുര ടിക്കറ്റ് എടുത്തു. അപ്പോൾ ആ പാലത്തിൽ കൂടെ കടലിൻ്റെ നടുക്കൂടെയുള്ള പാമ്പൻ പാലത്തിൻ്റെ റെയിൽവേ ട്രാക്ക് വഴിയാണ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ആ പാലം ഇപ്പം എത്തുന്നതാണ്. പാമ്പൻ ബ്രിഡ്ജിൽ കൂടെ ഇപ്പൊ നമ്മള് കയറും.
എത്തി, ആ പാലമൊക്കെ എത്തി, പാലമെത്തി. എന്റെ പൊന്നോ. കിടലല്ലേ, എനിക്ക് പേടിയാവുന്നേ. അയ്യോ, ഒരു രക്ഷയില്ല. അടിപൊളി. ആനന്ദ് എങ്ങനെയുണ്ട്?